ദീനിയായ കാര്യങ്ങളിൽ ഭർത്താവിനെ സഹായിക്കുന്ന ഭാര്യ, ഭർത്താവിനെ പ്രയാസപ്പെടുത്തുന്ന ഭാര്യയല്ല. പരാതിയും പരിഭവങ്ങളുമായി ഭർത്താവിനെ വീട്ടിലേക്ക് കയറാൻ അനുവദിക്കാത്ത ഭാര്യയല്ല. എന്താ നിങ്ങളൊക്കെ കഥ? നിങ്ങളെ പോലെ തന്നെയല്ല അയാൾ കാണുന്നില്ല സമ്പാദിക്കുന്നത്, അധ്വാനിക്കുന്നതൊക്കെ. നിങ്ങൾ ഇങ്ങനെ രാവിലെ പോവും, 500 രൂപ ഇങ്ങോട്ട് വരും, അങ്ങനെയൊക്കെ പറഞ്ഞ് ഭാര്യമാർ ഭർത്താക്കന്മാരെ നന്നായി ദ്രോഹിക്കുന്നുണ്ട്. വീട് വെക്കാത്തതിന്റെ പേരിൽ ഭർത്താക്കന്മാരെ പ്രയാസപ്പെടുത്തുന്ന ഭാര്യമാരുണ്ട്. വസ്ത്രം വാങ്ങിച്ചു കൊടുക്കാത്തതിന്റെ പേരിൽ ഭർത്താവിന്റെ വരുമാനവും ഭർത്താവിന്റെ ജോലിയുടെ സാമ്പത്തിക അവസ്ഥ പോലും തിരിച്ചറിയാതെ പ്രയാസപ്പെടുത്തുന്ന ഭാര്യമാരുണ്ട്. അവരല്ല ദീനിയായ കാര്യങ്ങളിൽ ഭർത്താവിനെ സഹായിക്കുന്ന ഭാര്യ. കുഴപ്പമില്ല, അല്ലാഹു ഇതെല്ലാം നമ്മൾക്ക് വിധിച്ചത്, ക്ഷമിക്കണം, അൽഹംദുലില്ലാഹ്. അങ്ങനെ ഭർത്താവിനെ എപ്പോഴും സമാധാനത്തിന്റെ സന്ദേശം നൽകി ക്ഷമിക്കാൻ പറഞ്ഞ് ഭർത്താവിന്റെ പ്രയാസങ്ങളിൽ കൂടെ നിന്ന് രാവിലെ എണീപ്പിച്ച് തഹജ്ജുദ് നിസ്കരിപ്പിച്ച് നിസ്കാരത്തിന്റെ കാര്യത്തിൽ ഗൗരവമായി ശ്രദ്ധയോടെ ഭർത്താവിനെ നിസ്കരിപ്പിക്കുകയും ദീനിയായ മേഖലകളിൽ മുന്നോട്ട് നയിക്കുകയും ചെയ്യുന്ന ഭാര്യയെ കിട്ടിയാൽ അൽഹംദുലില്ലാഹ്, അവിടെ നമ്മൾ വിജയിക്കുന്നത്. അതാണ് നമ്മൾക്കുണ്ടാവേണ്ടത്. രണ്ടാമത്തെ കാര്യം എന്റെ ഹബീബനോട് പറഞ്ഞത്, ഒരു കാരണവശാലും മുകളിലുള്ളവരിലേക്ക് നോക്കാൻ പാടില്ല, താഴെയുള്ളവരിലേക്ക് മാത്രം നോക്കണം. അപ്പൊ ജീവിതത്തിൽ സമാധാനമുണ്ടാവും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ജീവിതത്തിൽ ഇതെല്ലാം പകർത്താനുള്ളതാണ്. ഇതൊക്കെ ജീവിതത്തിൽ പകർത്തുക. മൂന്നാമത്തെ കാര്യം, ഒരു കാരണവശാലും കുടുംബക്കാരോട് മോശമായി പെരുമാറാൻ പാടില്ല. എന്താണ് കുടുംബമെന്ന് പറഞ്ഞാൽ? കുടുംബക്കാരോട് മോശമായി പെരുമാറാൻ പാടില്ല. കുടുംബബന്ധം ചേർക്കുന്നതിനനുസരിച്ച് അല്ലാഹു നമ്മൾക്ക് ദീർഘായുസ് നൽകുമെന്നാണ്. കുടുംബബന്ധം ചേർക്കുന്ന ആളുകൾക്ക് ദീർഘായുസ് ഉണ്ടാകുമെന്നാണ്. കുടുംബബന്ധം ചേർക്കുന്നവർക്ക് അല്ലാഹു ദീർഘായുസ് നൽകുമെന്നും അല്ലാഹു അവർക്ക് രോഗങ്ങൾ നൽകൂല എന്നാണ്. ആഫിയത്തോടെയുള്ള ആയുസ് ഉണ്ടാകും. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, നിങ്ങൾക്ക് ഒരു 60 വയസ്സ് വരെ ജീവിക്കാൻ അല്ലാഹു അവസരം തന്നു. ആ 60 വയസ്സിൽ 40 വയസ്സായപ്പോഴേക്കും നിങ്ങൾ എന്തായി? രോഗിയായി. 40 വയസ്സായപ്പോഴേക്കും രോഗിയായി. പിന്നെ 20 വർഷം നിങ്ങൾ രോഗിയായിട്ട് കിടക്കാൻ. പിന്നെ 60 വയസ്സ് കൊണ്ട് എന്ത് കാര്യം, എന്ത് ഉപകാരമുള്ള? നേരെ മറിച്ച് നിങ്ങൾ 70 വയസ്സ് 60 വയസ്സ് വരെ ജീവിച്ചിട്ടുള്ള ഒരു തലവേദന പോലും നിങ്ങൾക്ക് വന്നിട്ടില്ല. നല്ല ആഫിയത്ത്, നന്നായി ഇബാദത്ത് ചെയ്യാനും സാധിച്ചു. അതല്ലേ ഭാഗ്യം. രോഗങ്ങളില്ലാതെ ആഫിയത്തോടെയുള്ള ദീർഘായുസ് ലഭിക്കാനുള്ള വഴി കുടുംബബന്ധം ചേർക്കലാണ്. രോഗം വരാതിരിക്കാൻ നമ്മൾ എക്സസൈസ് ചെയ്യും, രാവിലെ എണീറ്റ് ഓടും, ഭക്ഷണം നിയന്ത്രിക്കും. LCHF അല്ലെ, LCHF പറഞ്ഞ് ഇറച്ചി മാത്രം കഴിക്കും. ചില ആളുകൾ റൈസ് കഴിക്കാൻ പാടില്ല, ഗോതമ്പ് കഴിക്കാൻ പാടില്ല, ധാന്യമണികൾ കഴിക്കാൻ പാടില്ല. അതൊക്കെ പിന്നെ നമ്മള് ഷുഗർ ഉണ്ടാവും, ഫാറ്റ് ഉണ്ടാവും. അതുകൊണ്ട് ഇറച്ചി മാത്രം കഴിക്കുന്ന കുറച്ച് ആളുകൾ. ഇതൊക്കെ ആയിക്കോട്ടെ, നിങ്ങൾ ഇഷ്ടമാണ്. പക്ഷേ നമ്മൾക്ക് നമ്മുടെ ആയുസ്സിൽ ബറക്കത്ത് കിട്ടാനും ദീർഘായുസ് ലഭിക്കാനുമുള്ള വഴി കുടുംബബന്ധം ചേർക്കാൻ. കുടുംബക്കാർക്ക് സഹായം നൽകുകയും കുടുംബക്കാരുടെ വീട്ടിലേക്ക് ഇടയ്ക്കിടെ പോവുകയും സമ്മാനങ്ങളുമായി പോകുന്നവർ, അവരുമായി ബന്ധം സ്ഥാപിക്കുന്നവർ, ഒരാളോടും പിണങ്ങാതെ ജീവിക്കുന്നവർ. കുടുംബക്കാരെന്ന് പറയുമ്പോ ഉപ്പ ഉമ്മ നമ്മുടെ കുടുംബക്കാരാണ്. ഉപ്പമാരോട് പിണങ്ങാൻ പാടില്ല, ഉമ്മമാരോട് പിണങ്ങാൻ പാടില്ല. അല്ലാഹുവിന്റെ തൃപ്തി മാതാപിതാക്കളുടെ തൃപ്തിയിലാണ്. അല്ലാഹുവിന്റെ കോപം മാതാപിതാക്കളുടെ കോപത്തിലാണ്. അല്ലാഹുവിന് നമ്മോട് ഇഷ്ടമാണോ ഇല്ലേ എന്ന് എങ്ങനെയാണ് തിരിച്ചറിയുക? അല്ലാഹുവിന് നമ്മോട് കോപമാണോ അല്ലേ എന്ന് എങ്ങനെയാണ് തിരിച്ചറിയുക? പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, മാതാപിതാക്കൾക്ക് നമ്മോട് ഇഷ്ടമാണെങ്കിൽ അല്ലാഹുവിനും നമ്മോട് ഇഷ്ടമാണ്. ഉമ്മയോട് ചോദിക്കാം, ഉപ്പയോട് ചോദിക്കാം, ഉപ്പാ എന്നെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്ത്? ഉമ്മയോട് ചോദിക്കാം, എന്നെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്ത്? നിങ്ങൾക്ക് എന്നോട് ദേഷ്യമാണോ ഇഷ്ടമാണോ എന്ന് മാതാപിതാക്കളോട് ചോദിക്കാം. അവർക്ക് ദേഷ്യമാണെങ്കിൽ അല്ലാഹുവിനും നമ്മോട് ദേഷ്യമാണ്. അവർക്ക് ഇഷ്ടമാണെങ്കിൽ അല്ലാഹുവിനും നമ്മോട് ഇഷ്ടമാണ്. അതുകൊണ്ട് മാതാപിതാക്കളുടെ കാര്യം വളരെ ഗൗരവത്തോടെ എടുക്കണം. അവർ